ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ജോലിയുടെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിരുന്നത്. എന്തായാലും തിരക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ റെഗുലറായിട്ട് വീണ്ടും വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ DIY പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ ആ ടൂൾസ് മേക്ക് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഇതറിയാത്ത ഒരാളാണെങ്കിൽ ഇത് മേടിക്കേണ്ട ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്കൊരു 775 ഒരു മോട്ടറാണ്. ഇതിൻ്റെ കമ്പോണൻസ് കാര്യങ്ങളും ബാക്കിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഈ ഒരു മോട്ടർ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടോർക്കയും അത്യാവശ്യം നല്ല RPM ഉള്ളൊരു മോട്ടറാണ്. ഇതൊരു ബ്രഷ് ടൈപ്പ് മോട്ടറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പല വേരിയൻറ്റുകളുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു മോട്ടറാണ്. അത്യാവശ്യം നല്ല എന്തൊരു ഫാനും കാര്യങ്ങളെല്ലാം വരുന്നൊരു ടൈപ്പ് മോട്ടർ തന്നെയാണിത്. ഇത് നമുക്ക് DIY പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇത് വെച്ച് നമുക്ക് പല ടൂൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പല ഇംഗ്ലീഷ് വീഡിയോസിലും ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്ന വീഡിയോസിലും ഇത് വെച്ചിട്ട് കുറേ ടൂൾസൊക്കെ മേക്ക് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടറൊക്കെ മേടിക്കാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അടുത്തായിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഒരു ഡ്രിൽ ചക്കാണ്. ഈ ചക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6mm വരുന്നൊരു ചക്കാണ്. അതായത് ഈ മോട്ടറിൻ്റെ 6mm ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിനകത്ത് കറക്റ്റായിട്ട് കയറി കിടക്കുന്ന രീതിയിലുള്ള ചക്കാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അതുകൊണ്ടൊക്കെ ഈ ചക്കിനകത്ത് 0.6 മുതൽ 6mm വരെയുള്ള ബിറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സാധാരണ ഡ്രിൽ മെഷീൻ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷാഫ്റ്റ് ചെറുതാണ്. ഈ ചക്ക നമുക്ക് ഇതുപോലുള്ള ചെറിയ DC മോട്ടറിൽ ഉപയോഗിക്കുന്ന ചക്കാണ്. അത് നമുക്ക് ഡയറക്റ്റ് മറ്റുള്ള മെഷീനിൽ കയറ്റിട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് കുറച്ച് കട്ടിംഗ് ബ്ലേഡുകളാണ്. ഈ ബ്ലേഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വലിയ ഗ്രൈൻഡിംഗ് മെഷീൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഭയങ്കര അപകടമായിരിക്കും. അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുകൊണ്ട് ചെറിയ കട്ടിംഗ് വീൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കട്ടിംഗ് വീൽ കയറി കിടക്കുന്ന ഷാഫ്റ്റാണിത്. ഇതിനകത്ത് 2 ഷാഫ്റ്റ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വീൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കട്ടിംഗ് ബ്ലേഡ്. ഈ കട്ടിംഗ് ബ്ലേഡ് ഒരു മെറ്റലിൻ്റെ പീസാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ കട്ടിംഗ് വീൽ അറ്റാച്ച് ചെയ്യുന്ന ഷാഫ്റ്റാണ് ഈ കാണുന്നത്. ഈ ഷാഫ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഷാഫ്റ്റിൻ്റെ കൂടെ നമുക്ക് ഇതുകൊണ്ടൊരു സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഈ ബ്ലേഡിനൊപ്പം ഇട്ട് മുറി കഴിഞ്ഞാൽ ഈ ബ്ലേഡിനകത്ത് ഇത് കറക്റ്റായിട്ട് സൂട്ടായിട്ട് കിടന്നോളും. ഓക്കെ, മുറി എടുത്തുണ്ട്. അപ്പോൾ ഇത്രയുള്ള കട്ടിംഗ് ബ്ലേഡിൻ്റെ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യുന്ന പരിപാടി. ഇനി നമുക്ക് ഈ മോട്ടറിനകത്തോട്ട് ഈ ഡ്രിൽ ചക്ക് അറ്റാച്ച് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്തോട്ട് നമുക്ക് കറക്റ്റായിട്ട് കയറി കിടന്നിട്ട് 2 ചെറിയ LNGയുടെ നട്ട് ബോൾട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഈ LNGയും നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. LNG നമ്മൾ ഓവർ ടൈറ്റ് ആക്കണ്ട. ഓവർ ടൈറ്റ് ആക്കി ത്രെഡ് പോകാൻ നമ്മൾ നോക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഡ്രിൽ ബിറ്റോ മറ്റ് കാര്യങ്ങളോ ഇട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ ജസ്റ്റ് നിന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ഈ മോട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായുള്ള സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററിൽ നിന്നാണ്. ഇതിന് താഴെയുള്ള ആംപിയർ കുറഞ്ഞ അഡാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 12 വോൾട്ട് 2 ആംപിയറുള്ള അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ അഡാപ്റ്റർ വെച്ച് ഞാൻ ഈ മോട്ടർ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ മോട്ടറിൻ്റെ ലെഗിലോട്ട് ഞാൻ ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു ചെറിയ ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിന് കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, മോട്ടർ സ്റ്റോപ്പായാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് എനിക്കറിയത്തില്ല. കണ്ടില്ലേ. അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് ആംപിയർ കൂടിയ അഡാപ്റ്ററാണ്. 12 വോൾട്ടിൻ്റെ ആംപിയർ കൂടിയ അഡാപ്റ്ററാണ്. അഡാപ്റ്റർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല മോട്ടറിൻ്റെ മാക്സിമം പെർഫോമൻസിലാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മെറ്റലൊക്കെ ഇട്ട് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തൊരു ചെറിയൊരു ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം മാക്സിമം പെർഫോം ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ കീയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രിൽ ബിറ്റ് ഞാനിപ്പോൾ എൻ്റെ ഇരുന്നൊരു പഴയൊരെണ്ണം യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, മുറുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രിൽ ചെയ്ത് നോക്കാം ഈ തടി. തടി കിഴിഞ്ഞപ്പുറത്ത് വന്ന് ഗൈസ്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ എത്ര പുഷ് ചെയ്തിട്ട് ഈ മോട്ടർ സ്റ്റോപ്പ് ആവുന്നില്ല. അതിൻ്റെ ഒരു അഡ്വാൻസ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എടുത്തിട്ട് കാണിച്ചു തരാം. തടി നല്ല സ്മൂത്തായിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കട്ടിംഗ് വീലിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ച കട്ടിംഗ് വീലിനകത്ത് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അതിന് ടൈറ്റ് ചെയ്തു. ആദ്യം തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കട്ട് ചെയ്ത് നോക്കാം. ഇതൊരു പഴയ പൊട്ടിയ സ്കെയിലാണ്. ഇത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കട്ടാവുന്നോ ഇല്ലയോ എന്ന്. ഓക്കെ, ബാക്കില്ല, തിരിച്ചു പിടിക്കാം. നല്ലതായിട്ട് കട്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടല്ലേ, സ്മൂത്തായിട്ട് കട്ടാവുന്നുണ്ട്. ഇനി നമുക്കിതൊരു മെറ്റലേ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ചെറിയൊരു ആക്സോ ബ്ലേഡിൻ്റെ പീസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. ഈ ബ്ലേഡ് എനിക്ക് ഈ മെറ്റൽ കട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്കറിയത്തില്ല. എന്തായാലും കട്ട് ചെയ്ത് നോക്കാം.
ഇത് ചെറിയ പീസായതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കട്ടാവുന്നുണ്ട് ഇത് ഉപയോഗിച്ച്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ 12 വോൾട്ടിൻ്റെ ഈ DC മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്യാനും അതുകൊണ്ട് തന്നെ ഡ്രിൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഈ മോട്ടർ നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടൂളിൻ്റെ രീതിയിലോട്ട് നമ്മൾ മാറ്റിയെടുക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും പുറകെ വരുന്നുണ്ട്. ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റൊക്കെ മേടിക്കാനുള്ള ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും എനിക്കിത് നല്ല എന്താ പറയുക പ്രയോജനമുള്ളതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. കുറേ നാളുകൊണ്ട് ഇത് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ മേടിക്കുക. ഇതുകൊണ്ടൊക്കെ DIY പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മേടിക്കുക. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുകൊണ്ടൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.